സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമല ഗോവിന്ദ് എഴുതിയ നോവൽ വസുന്ധര മെഡിക്കൽസ് ആരംഭിക്കുന്നു. അവതരണം സിന്ധു അശോക്. വസുന്ധര മെഡിക്കൽസ്. കറുത്ത ബോർഡിന്മേൽ വെളുത്ത അക്ഷരങ്ങൾ. രവിശങ്കറിൻ്റെ കണ്ണുകൾ മെല്ലെ ആ അക്ഷരങ്ങളെ തഴുകി നീങ്ങി. 2 നിലയുള്ള വലിയ കെട്ടിടം. കെട്ടിടത്തിന് മുന്നിലായി നാട്ടി നിർത്തിയിരിക്കുന്ന പോസ്റ്റ്. ആ പോസ്റ്റിന് മുൻപിലായി ബോർഡ് വസുന്ധര മെഡിക്കൽസ്. കെട്ടിടത്തിൻ്റെ വരാന്തയിലൂടെ കടന്നു ചെന്നു. സെയിൽസ് നടക്കുന്ന ഹാള്. റീറ്റെയിൽ സെയിൽസും ഹോൾസെയിലും നടക്കുന്ന വലിയ ഷോപ്പാണത്. ഡോക്ടർ കൃഷ്ണകുമാർ പറഞ്ഞു. എൻ്റെ ഹോസ്പിറ്റലിലേക്കുള്ള മെഡിസിൻ മുഴുവനും അവിടെ നിന്നാണ് എടുക്കുന്നത്. പക്ഷേ ഞങ്ങൾ തമ്മിൽ നേരിൽ കണ്ടിട്ടില്ല. പോകേണ്ടതായ ആവശ്യം വന്നില്ല. അതാണ് സത്യം. ഒരു ക്യാഷ്യറുടെ വേക്കൻസി ഉണ്ടെന്നറിഞ്ഞത് ഇന്നലെ മെഡിസിൻ എടുക്കുവാനായി എൻ്റെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് സുകുമാരൻ പോയപ്പോഴാണ്. ഇന്നലെയാണ് ക്യാഷ്യർ കാർ അപകടത്തിൽ മരിച്ചത്. ഇന്ന് ശവമടക്ക്. ഇതിനോടകം മറ്റൊരാൾ വന്നിട്ടില്ലെന്ന് വിശ്വസിക്കാം. മിസ്റ്റർ രവിശങ്കറിന് ഭാഗ്യമുണ്ടെങ്കിൽ. ഭാഗ്യം അങ്ങനെയൊന്നാണല്ലോ തനിക്കില്ലാത്തത്. പ്രാർത്ഥിച്ചു. പ്രതീക്ഷയോടെ വെളുപ്പിന് തന്നെ പുറപ്പെട്ടു. മകൻ്റെ ഫേവറിറ്റ് ഫ്രണ്ടിനോടുള്ള താല്പര്യം മൂലം ഡോക്ടർ ഒരു വഴി കാട്ടിത്തന്നിരിക്കുന്നു. ഡാഡി, ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ അത് പവിക്ക് ചൂണ്ടിക്കാട്ടി കൊടുക്കൂ. അത്ര കഷ്ടത്തിലാണവൻ. മനോജ് ശക്തമായി പറഞ്ഞിരിക്കണം. ഡോക്ടർ ചൂണ്ടിക്കാട്ടി തന്നിരിക്കുന്നു. കിട്ടുമോ? ഭാഗ്യം പോലിരിക്കും പോലും. ഹാളിൻ്റെ മുമ്പിലെ കൗണ്ടറിലേക്ക് കടന്നു ചെന്നു. സെയിൽസ് നടത്തുവാനായി തന്നെ 10 പേരോളം ഉണ്ട്. നല്ല തിരക്ക്. കൗണ്ടറിന് മുൻപിൽ വല്ലാത്ത ആൾക്കൂട്ടം. കാത്തുനിന്നു. ഒരു സെയിൽസ് ഗേൾ അടുത്തെത്തി. കൈ നീട്ടി. മെഡിസിൻ വാങ്ങാനെത്തിയതാണെന്ന് കരുതിയിരിക്കണം. പ്രിസ്ക്രിപ്ഷന് വേണ്ടിയാവും കൈ നീട്ടിയത്. സുന്ദരിയായ പെൺകുട്ടി. അവളുടെ മനോഹരങ്ങളായ കണ്ണുകളിൽ നോക്കി ഒരു നിമിഷം നിന്നിട്ട് മെല്ലെ ചോദിച്ചു, മാനേജർ ഇരിക്കുന്നത് എവിടെയാണ്? അവൾ ഒന്ന് നോക്കി. മുകളിലാണ്. ഒന്ന് കാണണമായിരുന്നു. അവൾ തെല്ലമ്പരപ്പോടെ നോക്കി. എന്താ കാര്യം? അവൾ ചോദിച്ചു. അത് മാനേജരോട് പറഞ്ഞാൽ പോരെ? രവിശങ്കർ പറഞ്ഞു. വഴി കാട്ടിത്തന്നാൽ മതി. ജാളിതോടെ അവൾ ഒന്ന് നോക്കി. പിന്നെ പറഞ്ഞു, ഞാൻ ഇൻഫോം ചെയ്യാം. വെയിറ്റ് ചെയ്യൂ. ഓക്കേ. പെൺകുട്ടി ഹാളിൻ്റെ നടുവിലിരിക്കുന്ന മേശയ്ക്കടുത്ത് ചെന്നു. ഇൻ്റർകോമിലൂടെ എന്തോ പറയുന്നു. തിരികെ വന്നു പറഞ്ഞു, ആരോ ഒരാൾ അകത്തുണ്ട്. അയാൾ പോയി കഴിഞ്ഞ് കടന്നു ചെല്ലാം. ഇതാ ഹാളിൻ്റെ വലതുവശത്തു കൂടി മുകളിലേക്ക് വഴിയുണ്ട്. താങ്ക് യു. രവിശങ്കർ മെല്ലെ വലതുവശത്തേക്ക് നടന്നു. അവൾ ഒന്നുകൂടി നോക്കുന്നത് ശ്രദ്ധിച്ചു. ഗോവണി വഴി മുകളിലേക്ക് ചെന്നു. കോറിഡോറിനപ്പുറത്ത് മാനേജർ എന്നെഴുതിയ ബോർഡിന് മുമ്പിൽ ഒരു നിമിഷം നിന്നു. പിന്നെ മുൻപിൽ കണ്ട വാതിലിനടുത്തേക്ക് മെല്ലെ ചെന്നു. 1/2 അടി സ്ക്വയറിൽ ഒരു ഗ്ലാസ് ഓപ്പണിംഗ് കണ്ടു. അതിലൂടെ അകത്തേക്ക് നോക്കി. ആരെയും കാണാൻ പാടില്ല. ആരുടെയോ സ്വരം നേരിയ തോതിൽ കേൾക്കാം. തിരിച്ചറിയാനാവുന്നില്ല. കോറിഡോറിൽ കിടന്നിരുന്ന സെറ്റിമേൽ കാത്തിരുന്നു. വില കൂടിയ ഫോം സെറ്റി. ഇവിടെ കാണുന്നതെല്ലാം വലിയ വിലയുള്ളതാണ്. കൂടുതലും വിദേശ നിർമ്മിതങ്ങൾ. ഭിത്തികളിലും തൂണുകളിലും പോലും ചിത്രപ്പണികൾ. മുകളിലും ചിത്രപ്പണികൾ. സിനിമാ തിയേറ്ററിൽ ചെല്ലുന്നത് പോലെ ലക്ഷറിയാണിത്. അല്ല, പണമുണ്ടെങ്കിൽ എന്താ വയ്യാത്തത്? ഉത്കണ്ഠ മുറ്റി നിൽക്കുന്ന കാത്തിരിപ്പിൻ്റെ നിമിഷം. ഈശ്വര, ഈ പോസ്റ്റ് തനിക്ക് ലഭിക്കുമോ? അച്ഛൻ്റെ ദയനീയ മുഖം ഓർമ്മിച്ചു. അനിയത്തിയുടെ നിറമിഴികൾ മുൻപിൽ തെളിഞ്ഞു. നിമിഷങ്ങൾ. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഒരാൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയത്. ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. എണീറ്റ് വാതിൽക്കലേക്ക് ചെന്നു. മെല്ലെ ഡോർ ഹാൻഡിൽ തിരിച്ചു. അകത്തേക്ക് വലത് കാലും ഒപ്പം മുഖവും നീട്ടി. മേ ഐ കമിൻ സാർ? ചോദിച്ച നിമിഷത്തിൽ തന്നെ അമ്പരപ്പോടെ ശ്രദ്ധിച്ചു. മാനേജർ ഒരു സ്ത്രീയാണ്. യേസ് കമിൻ. മുഖമുയർത്താതെ തന്നെ മറുപടി. അകത്തേക്ക് കടന്നു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. പ്ലീസ് ബി സീറ്റഡ്. മുൻപിൽ കിടന്ന ഫോം ചെയ്ത കസേരകളിലൊന്നിൽ ഇരുന്നു. മുറിവിൽ AC ഉണ്ടെന്ന് മനസ്സിലായി. അവർ മുഖമുയർത്തി നോക്കി. 45 വയസ്സ് മതിക്കും. കാരണം മുടിയിഴകളിൽ അങ്ങിങ്ങായി നരയുണ്ട്. പക്ഷേ ആ മുഖം, 30ൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന മുഖം. തീഷ്ണതയാർന്ന മിഴികൾ. ഉടയാത്ത ശരീരം. കട്ടി ഫ്രെയിമുള്ള കണ്ണട. യു? ഐ ആം രവിശങ്കർ ഫ്രം മാവേലിക്കര. പറയൂ. റിവോൾവിംഗ് ചെയറിലേക്ക് ചാരി ഇരുന്നു കൊണ്ടവർ നോക്കി. കണ്ണടയ്ക്കുള്ളിലൂടെ ആ നോട്ടം തുളഞ്ഞു കയറുന്നു എന്നവൻ മനസ്സിലാക്കി. ആശ്വാസം. മലയാളത്തിലാണല്ലോ. ഇവിടെ ഒരു ക്യാഷ്യറുടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു നിർത്തിയില്ല. അവർ മുമ്പോട്ടാഞ്ഞിരുന്നു. ആ കണ്ണുകൾ മിഴിച്ചു. ആര് പറഞ്ഞു? ആ സ്വരത്തിലെ കാഠിന്യം. രവിശങ്കർ ഒന്ന് തർക്കിച്ചു. ഇരുന്നു പോയി. ആര് പറഞ്ഞെന്ന് ആ സ്വരം ഉയരുകയാണ്. ഒരു ഡോക്ടറാണ്. ഏത് ഡോക്ടർ?
ഇവിടെ നിന്നും മെഡിസിൻ എടുക്കുന്ന ഒരു ഡോക്ടർ. ഡോക്ടർ കൃഷ്ണകുമാറാണല്ലേ? പൊടുന്നനെ ആ സ്വരത്തിൽ വന്ന അതികാഠിന്യം അവനെ അമ്പരിപ്പിച്ചു. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞപ്പോഴേ ആളെ ഇവർക്ക് മനസ്സിലായല്ലോ. ഒരുപക്ഷെ മാവേലിക്കര നിന്നും ഡോക്ടർ കൃഷ്ണകുമാർ മാത്രമേ ഇവിടെ നിന്ന് മെഡിസിൻ എടുക്കുന്നുള്ളായിരിക്കും. പക്ഷേ ആ സ്വരത്തിലെ ഊന്നൽ വല്ലാത്ത സ്വരം, സൗഹൃദത്തിൻ്റേതല്ല അത് എന്നവൻ സമ്മതിച്ചു. ശവപ്പെട്ടിയിൽ നിന്നും ജഡം മാത്രം എടുത്ത് സംസ്കരിക്കപ്പെട്ടു പോയാൽ നിമിഷത്തിനുള്ളിൽ ആ ശവപ്പെട്ടി മറ്റൊരു ജഡം കരസ്ഥമാക്കും. മാഡം, പവിശങ്കർ എണീറ്റുപോയി. നോ മിസ്റ്റർ പവി, ശങ്കർ അവൻ കൂട്ടിച്ചേർത്തു. യേസ്, ഇരിക്കൂ. ഐ ആം വസുന്ധര ശങ്കർ. അവൻ അമ്പരപ്പോടെ നോക്കി. വീണ്ടും ഇരുന്നു. പേരുകൾ തമ്മിൽ സാമ്യമുണ്ട് അല്ലേ? ആ സ്വരം സൗമ്യമായിരുന്നു. ഞാൻ പറഞ്ഞത് മിസ്റ്റർ പവിയെ ബുദ്ധിമുട്ടിച്ചു അല്ലേ? പവി എന്ന സംബോധന ഇന്നത്തെ തൊഴിലില്ലായ്മയിലേക്ക് വിരൽ ചൂണ്ടിയെന്നേയുള്ളൂ. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരിന്ന് സ്വയം ജീവിക്കാനാവാതെ നട്ടം തിരിയുന്നത് ഞാൻ കാണാം. അതിൻ്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന് നിർത്തി വീണ്ടും ചോദിച്ചു. ബൈ ദ ബൈ മിസ്റ്റർ പവിയുടെ വിദ്യാഭ്യാസം? എം.എസ്.സി. മാത്സ് ഫസ്റ്റ് റാങ്കിൽ പാസ്. അവൻ ധൃതിയിൽ കയ്യിലിരുന്ന ഫയൽ അഴിച്ച് സർട്ടിഫിക്കറ്റുകൾ എടുത്തു. നോ, വാക്കുകൾ 100% സത്യമാണെന്ന് സ്വയം ബോധ്യമുണ്ടെങ്കിൽ സാക്ഷ്യപത്രം വേണ്ട. ഉറച്ച വാക്കുകൾ, ആ വാക്കുകളിൽ ആത്മാർത്ഥത, ആജ്ഞാശക്തി. തീർച്ചയായും ഇതുപോലൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത് ഒരു സ്ത്രീയാകുമ്പോൾ ഇത്രയും തൻ്റെടവും കഴിവും തന്നെ വേണം. അവൻ അവരെ നോക്കി. കട്ടിച്ചില്ലിലൂടെ അവരുടെ മിഴികൾ അവനിലേക്ക് ചൂഴ്ന്നിറങ്ങി, അവനിലെ സത്യാസത്യങ്ങളെ ചൂഴ്ന്നെടുക്കാൻ എന്നതുപോലെ. മിസ്റ്റർ പവിയെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കിഷ്ടമായി. കുഴപ്പമില്ല എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ക്യാഷ്യറുടെ കസേരയിലേക്ക് ഞാൻ നിയമിക്കുന്നു. 3500 രൂപ ശമ്പളം. 3500? അവൻ വായ പൊളിച്ച് ഒരു നിമിഷം ഇരുന്നു പോയി. ഈശ്വര, 500 രൂപയെങ്കിലും കിട്ടിയാൽ മതിയെന്നേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ശമ്പളം ഇനിയും കൂട്ടുന്നത് താങ്കളുടെ മൂവ്മെൻറ്റ്സിനെ ആശ്രയിച്ചിരിക്കും. പവിശങ്കർ ശബ്ദിച്ചില്ല. ഇനിയൊരു കാര്യം, ഇതൊരു വ്യക്തിയുടെ സ്ഥാപനമാണെന്നറിയാമല്ലോ. ഐ ആം ദ ഓൺലി ഓണർ ഓഫ് ദിസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. വസുന്ധര ശങ്കർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എന്ത് തീരുമാനവും എൻ്റേതു മാത്രമായിരിക്കും. എടുക്കുന്ന തീരുമാനം ഉറച്ചതും ശക്തവുമായിരിക്കും. അതിനെ മാറ്റിമറിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതിനാരുടെയും സഹായവും ആവശ്യമില്ല. മനസ്സിലായോ? യെസ് മാഡം. അവൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ആ സ്ത്രീക്ക് ഒരു പർവ്വതാകാരമായി. വഞ്ചനയും ചതിയും ഒരു നിമിഷം പോലും ഞാൻ സഹിക്കില്ല. ക്യാഷ്യർ എന്ന നിലയിൽ ഒരു പൈസയുടെ പോലും നഷ്ടം ഞാൻ പൊറുക്കില്ല. തെറ്റ് കണ്ടുപിടിച്ചാൽ ഏത് നിമിഷവും പിരിച്ചുവിടാം. അതിനെതിരായി ഒരു ചെറുവിരൽ അനക്കുന്നു എന്നറിഞ്ഞാൽ വസുന്ധര ശങ്കർ രക്തയക്ഷിയായി മാറും. ബാക്കി പറയണ്ടല്ലോ. ഫോളോ മീ. മുൻപിലിരിക്കുന്നത് സത്യത്തിൽ രക്തയക്ഷിയാണെന്ന് തന്നെ പവിശങ്കർ ഉറപ്പിച്ചു. ഇടതൂർന്ന മുടിയും തീക്കണ്ണുകളും തേറ്റപ്പല്ലുകളും തടിച്ച ശരീരവുമായി നിലം തൊടാതെ നടന്ന് മനുഷ്യരെ പിടിച്ച് പച്ചയ്ക്ക് തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്ന യക്ഷി. യെസ് മാഡം. അവൻ്റെ സ്വരത്തിൽ ഒരു വിറയൽ വാദിച്ചിരുന്നു. മറിച്ച് നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും സസൂക്ഷ്മം ഞാൻ മനസ്സിലാക്കുമ്പോൾ 100% വിശ്വസ്തനാണെന്ന് ബോധ്യപ്പെട്ടാൽ വസുന്ധര ശങ്കർ നിങ്ങളുടെ മുൻപിൽ ഒരു ദേവതയായിരിക്കും. യക്ഷിയും ദേവതയും രണ്ടും ഒരാൾ. പവിശങ്കറിന് ഉള്ളിൽ അകാരണമായ ഭയം നിഴലിട്ടു. ഈ ജോലി വേണ്ടെന്ന് വെച്ചാലോ? പക്ഷേ 3500 രൂപ, കുടുംബത്തിലെ പട്ടിണി, അച്ഛൻ്റെയും അനിയത്തിയുടെയും ദയനീയമായ നില, മുഖങ്ങൾ. ചതിച്ചാലല്ലേ യക്ഷിയാകൂ. രക്തവും മാംസവും പറിച്ചെടുക്കൂ. ചതിച്ചില്ലെങ്കിലോ? ദേവതയല്ലേ. ഈശ്വര, തനിക്ക് മുമ്പിൽ ഇവർ യക്ഷിയാകുമോ? ബൈ ദ ബൈ, ക്യാഷ്യർ കൗണ്ടറിലേക്ക് ഇലക്ട്രോണിക് ക്യാഷ് രജിസ്റ്റർ ഉണ്ട്. അതിൽ വർക്ക് ചെയ്യാൻ അറിയുമോ? വസുന്ധര ശങ്കറിൻ്റെ ചോദ്യം. യെസ് മാഡം. അവൻ്റെ സ്വരം താണിരുന്നു. എങ്ങനെ അറിയാം? ഞാൻ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ക്യാഷ് ട്രേസ് 4000-ൽ എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസുമുണ്ട്. ഗുഡ്. എക്സ്പീരിയൻസ് എവിടെ നിന്ന് കിട്ടി? ഇതിനു മുമ്പ് ഞാനൊരു ഫാഷൻ ഫാബ്രിക്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 2 വർഷം. പിന്നെ എന്തേ വേണ്ടെന്ന് വെച്ച് പോന്നു? ഞാൻ പോന്നതല്ല മാഡം. തൊഴിലാളികൾ, സെയിൽസ്മാൻമാർ ഉൾപ്പെടെ സമരം തുടങ്ങി. കട പൂട്ടി. ഓക്കെ, ഒരു ജോയിനിങ് റിപ്പോർട്ട് തയ്യാറാക്കി തന്നേക്കൂ. നാളെ 9 മണിക്ക് ജോയിൻ ചെയ്തോണം. എന്നെ കാണണമെന്നില്ല. യെസ് മാഡം. പവിശങ്കർ പേനയെടുത്തു. വസുന്ധര ശങ്കർ തന്നെ ഒരു പേപ്പർ നീട്ടി. താങ്ക് യു മാഡം. അവൻ ആ പേപ്പർ വാങ്ങി ജോയിനിങ് റിപ്പോർട്ട് എഴുതി. പേരും അഡ്രസ്സും നാടും ഉൾപ്പെടെ ക്വാളിഫിക്കേഷൻസ് സഹിതം
ആവശ്യപ്പെടുന്ന പക്ഷം എപ്പോൾ വേണമെങ്കിലും സർട്ടിഫിക്കറ്റ് ഹാജരാക്കാവുന്ന വ്യവസ്ഥയും അതവർക്ക് നൽകി. അവരത് വാങ്ങി ഒന്ന് ഓടിച്ചു നോക്കുകയായിരുന്നു. പൊടുന്നനെ ആ മുഖം വലിഞ്ഞു മുറുകുന്നു, കണ്ണുകൾ കുറുകുന്നു. കണ്ണടയ്ക്കുള്ളിൽ ആ കണ്ണുകളിൽ അഗ്നി പൂക്കുന്നതവൻ അമ്പരപ്പോടെ ശ്രദ്ധിച്ചു. ആ അഗ്നി അവൻ്റെ നേരെ ചീറ്റിത്തെറിച്ചപ്പോൾ പൊള്ളിയതുപോലെ അവൻ നടുങ്ങി. കൈകൾ ചുരുട്ടി മുൻപിലെ മേശമേൽ ആഞ്ഞടിച്ചുകൊണ്ട് വസുന്ധര ശങ്കർ ചാടി എണീറ്റു. യു നീ നടുവിലാർമഠത്തിലെ ശങ്കരനാരായണൻ തിരുമേനിയുടെ ആരാന്ന് പറയാൻ ഗർജിക്കുകയായിരുന്നു ആ സ്ത്രീ. അവരുടെ സ്വരം ആ മുറിക്കുള്ളിൽ വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചു. മകൻ ഭവിശങ്കർ പറഞ്ഞു, ഗെറ്റ് ഔട്ട് യു ബ്ലഡി കലിപൂണ്ട യക്ഷി, ചുവന്ന നാവ് നീട്ടുന്ന യക്ഷി, മുടിയഴിച്ചിട്ട് തുള്ളുന്ന യക്ഷി, ചോര വലിച്ചു കുടിക്കാൻ നാവ് നീട്ടുന്ന യക്ഷി. യക്ഷി ഗർജിക്കുന്നു. ഗെറ്റ് ഔട്ട് അതൊരലർച്ചയായി പ്രതിധ്വനിക്കുന്നു. ആ കയ്യിൽ അവൻ കൊടുത്ത ജോയിനിങ് റിപ്പോർട്ട് ചുളുങ്ങി ചുരുണ്ടു. നിമിഷങ്ങൾക്കുള്ളിൽ ആ പേപ്പർ ചുരുൾ അവൻ്റെ മുഖത്ത് ആഞ്ഞു പതിച്ചു. വസുന്ധര ശങ്കറിൻ്റെ കൈവിരൽ വാതിലേക്ക് ചൂണ്ടപ്പെട്ടു. വിരലിൽ വീണ്ടും ആജ്ഞ, പോകാൻ. ഭവിശങ്കർ മരവിച്ച് നിന്നുപോയി. ഈശ്വര, ഇവർക്കിതെന്തു പറ്റി? ഇവർക്ക് സത്യത്തിൽ ഭ്രാന്താണോ? ജോലിക്ക് നിയമിച്ച് ജോയിനിങ് റിപ്പോർട്ട് എഴുതി കൊടുത്തപ്പോൾ അവർ അലറുന്നു ഗെറ്റ് ഔട്ട് എന്ന്. എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിത്ര പെട്ടെന്നാകുമെന്ന് കരുതിയില്ല. ചതിച്ചാലല്ലേ ഇവർ രക്ഷിയാകൂ. താൻ എന്തു ചതി ചെയ്തു? പക്ഷേ നടുവിലാർമട എന്ന തൻ്റെ അഡ്രസ്സാണോ ചതിച്ചത്? അച്ഛൻ്റെ പേര് താൻ എഴുതിയിരുന്നില്ലല്ലോ. വിലാസം മാത്രം എഴുതി. പക്ഷേ ഇവർ അച്ഛൻ്റെ പേര് പറഞ്ഞു, ശങ്കരനാരായണൻ തിരുമേനി. ഇവർ നടുവിലാർമട അറിയുമോ? ശങ്കരനാരായണൻ തിരുമേനിയെ അറിയുമോ? ചോദിച്ചാൽ പോകൂ. വീണ്ടും വസുന്ധര ശങ്കർ അലറി. ഇല്ല, ഇനി നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഇവർക്ക് ഭ്രാന്ത് തന്നെ. കയ്യിലിരുന്ന ഫയൽ ഒതുക്കിപ്പിടിച്ച് ഒരു ജീവച്ഛവം പോലെ ഒരു നിമിഷം നിന്നു. വസുന്ധര ശങ്കറെ ഒന്ന് നോക്കാൻ പോലും കെൽപ്പില്ല. മെല്ലെ അവൻ പുറത്തേക്ക് നടന്നു. ആ ചേതന പോലും മരവിച്ചു പോയിരിക്കുന്നു. തളർന്ന കാലുകൾ വലിച്ചിഴച്ച് ഇഴഞ്ഞാണവൻ ആ ഡോറിന് പുറത്തെത്തിയത്. ഫോം കുഷ്യനിട്ട് ആ സെറ്റ് കണ്ടപ്പോൾ ഒന്നിരുന്നിട്ട് പോകാൻ തോന്നി. പക്ഷേ ഇരിക്കുന്നില്ല. ഈ പരിസരത്ത് നിന്ന് ഓടി ഓടി അകലണം. എന്നിട്ട് ഒന്ന് പൊട്ടിക്കരയണം. 3500 രൂപ. ഈശ്വര, നിമിഷങ്ങൾ കൊണ്ട് എന്തെല്ലാം ആകാശക്കോട്ടകൾ കെട്ടിപ്പൊക്കിയതാണ്. എല്ലാം ഒന്നോടെ തകർന്നടിഞ്ഞു. ഒന്നോടെ. ഇല്ല എന്നവർ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ നിയമിച്ചിട്ട് നിമിഷങ്ങൾ കഴിയും മുമ്പ് തന്നെ പിരിച്ചുവിടുക. നിയമിച്ചില്ലല്ലോ. പൊടുന്നനെ ഓർത്തു. സത്യം, അവർ വാക്കാൽ പറഞ്ഞതേയുള്ളൂ. ഓർഡർ കയ്യിൽ തന്നില്ല. ജോലി കിട്ടിയല്ലോ എന്ന വെപ്രാളത്തിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷേ താൻ അങ്ങോട്ട് ജോയിനിങ് റിപ്പോർട്ട് എഴുതി. അതാർക്കാണ് എഴുതാൻ പാടില്ലാത്തത്? പക്ഷേ ഓർഡർ കിട്ടാനല്ലേ പാട്. മെല്ലെ ഗോവണി വഴി താഴേക്കിറങ്ങി. ഇനി ഈ നാട് വിടുകയേ രക്ഷയുള്ളൂ. അന്യനാട്ടിലായാൽ തെങ്ങ് കയറിയെങ്കിലും ചെയ്യാം. ഇവിടെ അത് വയ്യല്ലോ. താഴത്തെ നിലയിലെത്തി. ഹാളിൻ്റെ മുന്നിലൂടെ വഴിയിലേക്ക് ഇറങ്ങാൻ ഭാവിക്ക് ആരോ വിളിക്കും പോലെ തോന്നി. നിന്നു. മുൻപത്തെ പെൺകുട്ടി സെയിൽസ് ഗേൾ. അവൾ ഓടിപ്പിടിഞ്ഞ് മുൻപിൽ എത്തി നിന്നു. താങ്കളാണോ മിസ്റ്റർ ഭവിശങ്കർ? അതെ. സ്വരത്തിൽ അമ്പരപ്പ് കലർന്നു. ഈ പെൺകുട്ടി തൻ്റെ പേരെങ്ങനെ അറിഞ്ഞു? മുകളിലേക്ക് ചെല്ലാൻ. മുകളിലേക്കോ? അതെ, മാഡം ഇപ്പോൾ വിളിച്ചു പറഞ്ഞതാണ്. പറഞ്ഞു നിർത്തുമ്പോഴേക്കും താങ്കൾ വന്നു കഴിഞ്ഞു. എന്തിനാണ് വിളിച്ചത്? അതറിയില്ല. എങ്കിൽ ഇനിയും മുകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പെൺകുട്ടിയുടെ കണ്ണുകളിൽ ഭീതി. അയ്യോ, താങ്കൾ അങ്ങനെ പറയരുത്. ഒന്ന് ചെന്നിട്ട് പോരൂ. നോ, നെവർ, അവൻ പറഞ്ഞു. ആ ഭ്രാന്ത് പിടിച്ച സ്ത്രീയുടെ വായിൽ വന്നതൊക്കെ ഇനിയും കേൾക്കാനോ? അവർക്കിനി എന്താണ് പറയാനുള്ളത്? യക്ഷി തന്നെ. പ്ലീസ് മിസ്റ്റർ ഭവിശങ്കർ, താങ്കൾ ചെല്ലാതിരുന്നാൽ ഞാൻ പറയാതിരുന്നു എന്ന് മാഡം കരുതും. കൃത്യവിലോപം മാഡം ഒരിക്കലും പൊറുക്കില്ല. എൻ്റെ ജോലി പോയാൽ. ഇത്രയും നിസാര പ്രശ്നത്തിന് ജോലി കളയുകയോ? പാവം പെൺകുട്ടിയുടെ കണ്ണുകളിൽ ഭീതി. ഭവിശങ്കർ ഒന്ന് ചിന്തിച്ചു. ജോലി കിട്ടാത്തതിൻ്റെ വേദന തനിക്ക്. ആ വേദനയിൽ ഒരു പാവം പെൺകുട്ടിയുടെ ജോലി നഷ്ടപ്പെടുത്തരുത്. ശരി, ഞാൻ ഇൻ്റർകോമിലൂടെ സംസാരിക്കാം. ഇൻ്റർകോമിലോ? അവൾ വിശ്വസിക്കാനാവാത്ത ഒരു വാർത്ത കേട്ട ഭാവത്തിൽ നോക്കി. അതെ, നേരിട്ട് ചെല്ലാനാണ്. അത് പറ്റില്ലെന്ന് പറയാനാണ്. അല്ലെങ്കിൽ ഞാൻ ഇതാ പോകുന്നു. അയ്യോ വേണ്ട. പെൺകുട്ടി കൗണ്ടറിൻ്റെ ഒരു ഭാഗം തുറന്ന് അകത്ത് കടന്നു. പിന്നാലെ അവനും. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ? പെൺകുട്ടി റിസീവർ എടുത്തു. ഡയൽ നമ്പർ 9 ഞെക്കി. ചുവന്ന പൊട്ടുപോലെ ഒരു ഇൻഡിക്കേറ്റർ 9 മുകളിൽ തെളിഞ്ഞു നിന്നു. യെസ് മാഡം. അവൾ തലകുലുക്കി.
താങ്കൾ നേരിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. നോ, എനിക്കിപ്പോൾ സംസാരിക്കണം. പക്ഷേ മുകളിൽ വെച്ചു കഴിഞ്ഞു. അതിനെന്ത്, ഒന്നുകൂടി വിളിക്കൂ. അത് അവൾ പരിങ്ങലിലായി. പെട്ടെന്ന് അവൻ തന്നെ നമ്പർ 9 ഞെക്കി. ബീപ് ബീപ് എന്ന സ്വരം കേട്ടു. തുടർന്ന് റിസീവർ എടുക്കുന്ന സ്വരം. സ്പീക്കിംഗ് എന്ന സ്വരവും. മാഡം, ഇത് പവിശങ്കറാണ്. ഞാൻ എന്തിനു മുകളിലേക്ക് ഇനി വരണം? മതി മാഡം, ഇനി വയ്യ. പിന്നെ ഇപ്പോൾ അതിക്രമിച്ച് നമ്പർ 9 ഞെക്കിയതും കോൾ ചെയ്തതും ഞാൻ തന്നെയാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടി ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. ബൈ. അവൻ റിസീവർ വെച്ചു. പൊടുന്നനെ പിന്തിരിഞ്ഞു. കൗണ്ടറിനുള്ളിൽ നിന്നിരുന്ന ജോലിക്കാരാകെ അമ്പരന്ന് അവനെ തന്നെ നോക്കുകയാണ്. ബീപ് ബീപ്. വീണ്ടും ഇൻ്റർകോം ശബ്ദിച്ചു. പെൺകുട്ടി അറ്റൻഡ് ചെയ്തു. നിങ്ങൾക്കാണ്. കൗണ്ടറിൽ നിന്നും വെളിയിലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു അവൻ. വീണ്ടും അകത്തെത്തി. യെസ് മാഡം. അവൻ്റെ സ്വരം വല്ലാതെ അമർന്നിരുന്നു. മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. പക്ഷേ ഇൻ്റർകോമിലൂടെ അവൻ കേട്ട സ്വരം. പ്ലീസ് പവി, പ്ലീസ്, ഇവിടേക്ക് ഒന്ന് വന്നിട്ട് പോകൂ, ഒന്നുകൂടി. യാചന. ഒരു തേങ്ങലിൻ്റെ അകമ്പടി ഉണ്ടോ? അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മാത്രമോ, മിസ്റ്റർ പോലും എടുത്തു കളഞ്ഞു. പവി എന്ന്. യെസ് മാഡം. അങ്ങനെ അവൻ പറഞ്ഞുപോയി. താങ്ക് യു. അതോടൊപ്പം കാതിൽ ടക്ക് എന്ന സ്വരവും. ഒരു നിമിഷം അവൻ നിന്നു. അവൻ്റെ മുഖത്ത് പ്രകടമായിരുന്ന ദേഷ്യഭാവവും അലിഞ്ഞു പോയിരുന്നു. പെൺകുട്ടി സൂക്ഷിച്ചു നോക്കി. മറ്റുള്ളവരും. ഒരു നിമിഷത്തേക്ക് സെയിൽസ് പോലും നിന്നുപോയ പ്രതീതി. പവിശങ്കർ വീണ്ടും വലതുവശത്തുള്ള ഗോവണി കയറി മുകളിലെത്തി. ഇടനാഴിയിലൂടെ മാനേജർ എന്നെഴുതിയ വാതിൽക്കലെത്തി. വാതിൽക്കൽ ഒരു നിമിഷം സംശയിച്ചു നിന്നു. പിന്നെ ഹാൻഡിൽ തിരിച്ചു. ഉടൻ കേട്ടു, യെസ്. അകത്തു കടന്നു. ഇരിക്കൂ. മുഖം ഉയർത്തിയിരുന്നില്ല. മുഖത്ത് കണ്ണടയില്ല. പവിശങ്കർ ഇരുന്നു. നിമിഷങ്ങൾ, അസുഖകരമായ നിശബ്ദത നിറഞ്ഞ നിമിഷങ്ങൾ പലതു കഴിഞ്ഞു. മെല്ലെ അവർ മുഖം ഉയർത്തി. ചുവന്ന മുഖം. ആ കണ്ണുകളിൽ നനവുണ്ടോ? പക്ഷേ ആ നോട്ടം, അതിനെ ഇപ്പോഴും നേരിടാനാവുന്നില്ല. അവരപ്പോൾ കഷ്ടിച്ച് 25 വയസ്സ് മാത്രമുള്ള ഒരു യുവതിയാണെന്ന് തോന്നിപ്പോയി. മിസ്റ്റർ പവിശങ്കർ. പതിഞ്ഞ സ്വരം. മിസ്റ്ററും ശങ്കറും ഒക്കെ ഇതാ വീണ്ടും കൂട്ടിച്ചേർത്തല്ലോ. അവൻ മുഖമുയർത്തി നോക്കി. ഒരു നിമിഷത്തേക്ക് ഞാൻ ആരെന്നത് മറന്നു. എന്നെ തന്നെ മറന്നു. ഞാൻ ക്ഷമ ചോദിക്കുന്നു. വാക്കുമാറ്റി പറയേണ്ടി വന്നതിന്. അവൻ മനസ്സിലാകാത്ത ഭാവത്തിൽ നോക്കി. തെറ്റ് ചെയ്യുന്നവർക്ക് മുമ്പിലാണ് യക്ഷിയാവുക എന്ന് ഞാൻ അല്പം മുമ്പ് പറഞ്ഞു. പക്ഷേ അതേ ഞാൻ തന്നെ തെറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നതും തിരിച്ചു വിളിച്ചതും. മിസ്റ്റർ പവി തെറ്റുകാരനല്ല. അല്പം മുമ്പ് നടന്നതും മറന്നുകളയൂ. നാളെ രാവിലെ 9 മണിക്ക് എത്തിക്കോളൂ. പവിശങ്കർ വീണ്ടും ധർമ്മസങ്കടത്തിൽ. ഇവർ പറയുന്നത് ഇനിയും വിശ്വസിക്കാമോ? പക്ഷേ അച്ഛൻ, അനിയത്തി, ഗതികിട്ടാ പ്രേതം പോലെ തൻ്റെ മഠം. മറ്റെന്താണൊരു വഴി? മാസം തോറും 3500 രൂപ കിട്ടിയാൽ. ഈശ്വര, എങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ആത്മാഭിമാനം പണയപ്പെടുത്താതെ ഈ സ്ത്രീയുടെ ഒപ്പം എങ്ങനെ ജോലി ചെയ്യും? ഇവർ പറയുന്നത് ദൈവത്തിൻ്റെ തിരുവചനങ്ങളാണെന്ന് മറ്റുള്ളവരൊക്കെ അംഗീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ തനിക്കതിന് കഴിയുമോ? കഴിഞ്ഞില്ലെങ്കിൽ ചോരയൂറ്റി കുടിക്കുന്ന യക്ഷിയായി. പക്ഷേ തൻ്റെ വീട്ടിലെ സ്ഥിതി, വീടെന്ന് പറയാൻ പറ്റുമോ? അസ്ഥിവാരം പോലും ഇളകിയ ഒരു പഴയ ബ്രാഹ്മണ ഇല്ലം. ഇനി ജോയിനിങ് റിപ്പോർട്ട് എഴുതണ്ട. ഇത്തവണ ആ സ്വരം മാറിയിരുന്നു. പഴയ ദൃഢതയും ഒപ്പം കൂസലില്ലായ്മയും മുഖത്തുണ്ട് എന്നവൻ മനസ്സിലാക്കി. ഒപ്പം ആ കണ്ണടയുമുണ്ട്. മാഡം, ഒരു സംശയമുണ്ട്, ഒന്ന് ചോദിക്കട്ടെ? അവൻ ചോദിച്ചു. ചോദിക്കണ്ട. ചോദിക്കാതെ തന്നെ ഉത്തരം പറയാം. നടുവിലാർ മഠത്തിലെ ശങ്കരനാരായണൻ തിരുമേനിയെ എനിക്ക് പരിചയമുണ്ട്. ഇത്തവണ പവിശങ്കർ അമ്പരക്കുക തന്നെ ചെയ്തു. താൻ അതാണ് ചോദിക്കാൻ ഭാവിച്ചത് എന്ന് ഈ സ്ത്രീ എങ്ങനെ മനസ്സിലാക്കി? ഇവർക്ക് പരഹൃദയജ്ഞാനം ഉണ്ടോ? പരിചയം എങ്ങനെ എന്ന് വിശദീകരിക്കാനാവില്ല. എങ്ങനെയും ധരിക്കാം. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം, അതിന് നാനാവശങ്ങളുണ്ട്. അവയിൽ ഏതെങ്കിലും ഒന്നാകാം. പക്ഷേ ഒന്നുണ്ട്. ശങ്കരനാരായണൻ തിരുമേനി എന്ന മനുഷ്യൻ വസുന്ധരാം ശങ്കറിൻ്റെ ശത്രുവാണ്. 1-ാം നമ്പർ ശത്രു. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി പവിശങ്കറിന് പോകാം. എല്ലാം പറഞ്ഞു തീർത്തു എന്ന മട്ടിൽ വസുന്ധരാ ശങ്കർ ഒരു ഫയൽ എടുത്തു മറച്ചു നോക്കി. ഓക്കെ മാഡം. പവിശങ്കർ പുറത്തിറങ്ങി. സ്റ്റെയർ കേസ് ഇറങ്ങി നടന്ന് ഹാളിന് മുൻപിലെത്തി. മുൻപോട്ട് നീങ്ങാൻ ഭാവിക്കവേ വിളി ഉയർന്നു. ഏയ് നിൽക്കൂ. തന്നെയാണോ? നിന്നു. തിരിഞ്ഞു നോക്കി. സെയിൽസ്മാൻമാരിൽ ഒരാളെന്ന് തോന്നുന്നു. താങ്കൾ എന്തിനാണ് മാനേജരെ കാണാൻ പോയതും അവർ തിരികെ വിളിപ്പിച്ചതും ഒക്കെ? അറിഞ്ഞിട്ട് എന്താ? അല്ല, ജോലിക്കാണോ? അതെ. ജേക്കബ് രാജന് പകരമാണോ എന്നറിയാനാണ്. ആരാണ് ജേക്കബ് രാജൻ? കഴിഞ്ഞ ദിവസം മരിച്ച ക്യാഷ്യർ. അതെ. സെയിൽസ്മാൻ മൗനം.
പറയാൻ അറിയാൻ ചോദിച്ചെന്നേയുള്ളൂ. രവിശങ്കർ സംശയത്തോടെ നോക്കി. പൊടുന്നിനെ അവൻ എന്തേ നിർത്തിയത്? സെയിൽസ്മാൻ തിരിഞ്ഞു നടന്നു. കൗണ്ടറിലേക്ക് കടക്കും മുമ്പ് മറ്റൊരുവനോടുള്ള മറുപടി പോലെ അയാൾ പറഞ്ഞു, കഷ്ടം, അടുത്ത ഇരയും ചൂണ്ടയിൽ കോർത്തു കഴിഞ്ഞു. അടുത്ത ഇരയോ? ചൂണ്ടയോ? രവിശങ്കർ തിരിഞ്ഞു നിന്നു. എന്താണ് അയാൾ പറഞ്ഞതിൻ്റെ സാരം? അവനാകെ ആശങ്കയായി. എണീറ്റോ വച്ചേ. രവിശങ്കർ ആദ്യം പോയത് ഡോക്ടർ കൃഷ്ണകുമാറിൻ്റെ സമീപത്തേക്കാണ്. നന്ദിയും കടപ്പാടും മറക്കരുതല്ലോ. മനോജും ഡോക്ടർ കൃഷ്ണകുമാറും ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രവിശങ്കർ കടന്നു ചെന്നത്. ഹലോ, എന്തായി പോയിട്ട്? ഡോക്ടർ അന്വേഷിച്ചു. ഭാഗ്യമുണ്ട് സാർ, അവൻ പറഞ്ഞു. കൺഗ്രാജുലേഷൻസ്, ഹാർദവുമായി തന്നെ ഡോക്ടർ അഭിനന്ദിച്ചു. മനോജ് എന്നു വന്നു? ഞാൻ രാവിലെ എത്തി. ഡാഡി വിവരങ്ങൾ പറഞ്ഞറിഞ്ഞു. മനോജ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. 8ാം സെമസ്റ്ററാണിപ്പോൾ. ഈ എക്സാം കൂടി കഴിഞ്ഞാൽ ഇഷ്ടം രക്ഷപ്പെട്ടു. MBBSന് വിടാനായിരുന്നു ഡോക്ടർക്ക് താല്പര്യം. തനിക്കൊരു പിൻഗാമിയുണ്ടല്ലോ. എന്നാൽ എഞ്ചിനീയറിങ്ങിലായിരുന്നു മകൻ്റെ താല്പര്യം. തനിക്കും എഞ്ചിനീയറിങ്ങിലായിരുന്നു താല്പര്യം. പക്ഷേ അകലെ വിട്ട് പഠിപ്പിക്കാൻ തനിക്ക് ആരുണ്ട്? വല്ല വിധേനയും MSc വരെ എത്തി എന്നു പറയാം. അതും എത്ര പാടുപെട്ടിട്ട്, എന്തെല്ലാം പെറുക്കി വിറ്റിട്ട്, ഓട്ടുപാത്രങ്ങൾ വരെ. തൊഴിൽ തെണ്ടി എത്ര നാൾ. ടൗണിലെ ഫാഷൻ ഫാബ്രിക്സിൽ പണി കിട്ടിയപ്പോൾ ആശ്വസിച്ചു. ഇല്ലത്തടുപ്പിൽ തീ പുകയുമല്ലോ. പക്ഷെ എത്ര പെട്ടെന്ന് ആ ആശ്വാസം പൊലിഞ്ഞു. വീണ്ടും കഷ്ടകാലം. ഇതാ എല്ലാ കഷ്ടകാലവും ഒന്നോടെ തീർന്നിരിക്കുന്നു. 3500 രൂപ. ഡോക്ടർ മനോജും അമ്പരന്നു. ഒരു മെഡിക്കൽ ഷോപ്പിലെ ക്യാഷ്യറുടെ തുടക്കത്തിലെ ശമ്പളം ഇനിയും കൂട്ടിക്കിട്ടാൻ സാധ്യതയുണ്ടത്രേ. ഡോക്ടറെ ആ സ്ത്രീ അറിയും, അവൻ പറഞ്ഞു. ഏത് സ്ത്രീ? മെഡിക്കൽ ഷോപ്പിലെ മാനേജർ ഒരു സ്ത്രീയാണ്. ശക്തയായ ഒരു സ്ത്രീ. തൻ്റെ അടി. പേര് വസുന്ധര ശങ്കർ. കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ എത്ര വസുന്ധരമാർ. ആരിതൊക്കെ അന്വേഷിക്കുന്നു? അവരുടെ ഷോപ്പിൽ നിന്നും ഒരു റെപ്രസെൻറ്റേറ്റീവ് 4-5 വർഷം മുമ്പ് വന്നിരുന്നു ഓർഡർ പിടിക്കാൻ. നോക്കാമെന്നു പറഞ്ഞു വെച്ചു. കൊള്ളാം. ഏത് മെഡിസിനും എപ്പോൾ വേണമെങ്കിലും അവിടെ കിട്ടും. ഏറ്റവും വിലക്കുറവുമാണ്, നല്ല ക്വാളിറ്റിയും. അതുകൊണ്ട് ഞാൻ തുടർച്ചയായി ഓർഡർ കൊടുക്കുന്നു. അത്രമാത്രം. പോകുന്നതും മെഡിസിൻ വാങ്ങുന്നതും ഒക്കെ സുകുമാരനായതിനാൽ ഞാൻ പോകേണ്ടതായി വന്നിട്ടില്ല. അതാണ് ഫാക്റ്റ്. അതൊരു അത്ഭുതമൊന്നുമല്ല ഡാഡി. അവർ സുകുമാരനോട് ചോദിച്ചു മനസ്സിലാക്കിയിരിക്കും, മനോജ് പറഞ്ഞു. ആകാം. ഡോക്ടർ ശരിവെച്ചു. രവിശങ്കർ പിരിഞ്ഞു. ഇടിഞ്ഞു തുടങ്ങിയ പടിപ്പുര, പൊട്ടിപ്പൊളിഞ്ഞ തറ, ചുമരുകൾ, സ്വന്തം വീട്. എന്തിനീ പടിപ്പുര? ഇത് ഇടിച്ചു പൊളിച്ച് കളയേണ്ട കാലം കഴിഞ്ഞു. ഉടനെ വേണം. പടിപ്പുര മാത്രമല്ല, കാറ്റടിച്ചാൽ പൊട്ടിത്തകർന്നു വീഴാൻ കാത്തു നിൽക്കുന്ന ഈ ഇല്ലക്കെട്ടും പൊളിക്കണം. കുറേ തടി വിൽക്കാം. തേക്കിൻ്റെ കാതൽ കൊണ്ട് തന്നെയാണ് അറയും നിരയും തീർത്തിരിക്കുന്നത്. ബാക്കി കൊണ്ട് ഒരു ചെറിയ വീട് തീർക്കാം. ഏതിനും കുറേ പണം കയ്യിലെത്തട്ടെ. വീട്ടുചെലവും തൻ്റെ ചെലവും ഒക്കെ വളരെ വളരെ വെട്ടിക്കുറച്ച് ചുരുക്കിയിട്ട് ഒരു 500 രൂപയിൽ നിർത്തണം. അപ്പോൾ മാസം 3000 രൂപ വെച്ച് സമ്പാദിക്കാം. അങ്ങനെയെങ്കിൽ എല്ലാം നടക്കും. എല്ലാം. രവിശങ്കറിന് ശുഭാപ്തി വിശ്വാസമായി. ഇല്ലക്കെട്ടിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ചാവടിയിലാണ് അവൻ്റെ കിടപ്പും മറ്റും. ഒരു ഒറ്റമുറിയും വരാന്തയും മാത്രം. അങ്ങോട്ട് കയറാതെ നേരെ ഇല്ലക്കെട്ടിലെ മുറിക്കുള്ളിലേക്ക് തന്നെ നടന്നു. അച്ഛൻ കട്ടിലിൽ തന്നെയുണ്ട്. എണീറ്റിരിക്കുകയാണ്. മുട്ടിന് താഴേക്ക് 2 കാലുകളും ശൂന്യം. തനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് ആ സംഭവം. ഒരു കാർ അപകടത്തിൽപ്പെട്ട അച്ഛൻ്റെ 2 കാലുകളും നഷ്ടമായി. അതിനു മുമ്പ് തന്നെ അമ്മ മരിച്ചതാണ്. അച്ഛൻ്റെ തണലിൽ താനും അനുജത്തിയും. കാലുകളില്ലാതെ വന്നപ്പോൾ അച്ഛന് വരുമാനം മുട്ടി. അതോടെ തകർച്ചയുടെ ആരംഭമായി. ഇച്ചാച്ച, ജോലി കിട്ടിയോ? ഓടിയെത്തിയ രാധക്കുട്ടിയാണ് ആദ്യം ചോദിച്ചത്. നീ വന്നോ മോനെ? എന്തായി? കിട്ടിയച്ചാ. ആഹ്ലാദത്തോടെ അവൻ അച്ഛൻ്റെ അടുത്തിരുന്നു. 3500 രൂപ ശമ്പളം. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ലാലോ. നീ ഭ്രാന്ത് പറയുകയാണോടാ? ശങ്കരനാരായണൻ തിരുമേനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്ല, സത്യം മാത്രം. എൻ്റെ കൃഷ്ണ, ഇത് സത്യമാണോ? രാധക്കുട്ടി അത്ഭുതം കൊണ്ട് വായ പൊളിച്ച് നിൽക്കുന്നപടി നിന്നുപോയി. എന്ത് ജോലിയാടാ മോനെ? അമ്പരപ്പ് അകന്നില്ലെങ്കിലും ശങ്കരനാരായണൻ തിരുമേനി ചോദിച്ചു. ഒരു മെഡിക്കൽ ഷോപ്പ്. അവിടെ ക്യാഷ്യറായിട്ട്. അദ്ദേഹം അവനെ തുറിച്ചു നോക്കിയിരുന്നു പോയി. അവനത് പ്രതീക്ഷിച്ചതാണ്. കാരണം അച്ഛൻ അപകടം സംഭവിക്കും വരെ ഒരു മെഡിക്കൽ ഷോപ്പിൽ തന്നെയായിരുന്നു പണി. സെയിൽസ്മാൻ. അപകടത്തിൽപ്പെട്ട് 2 കാല് മുറിക്കേണ്ടി വന്നു. പക്ഷേ അത്രയും നാൾ പുലരി മുതൽ ഇരുട്ടും വരെ പണി ചെയ്ത സ്ഥാപനത്തിൽ നിന്നും സഹായകമായി ആകെ കിട്ടിയത് 1000 രൂപയാണ്. ഒന്നിനും തികയില്ലാത്ത 1000 രൂപ. ഇതാ ഇപ്പോൾ മകനും ഒരു മെഡിക്കൽ ഷോപ്പിൽ.
എന്താ അച്ഛാ, ജോലി അച്ഛന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെന്നോ ഇല്ലെന്നോ മറുപടി ഉണ്ടായില്ല. വസുന്ധര മെഡിക്കൽസ്, അതാണ് ആ ഷോപ്പിൻ്റെ പേര്. രവിശങ്കർ അത് പറയുമ്പോൾ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അവിടെ ഭാവഭേദം ഒന്നുമില്ല. ഓഹ്, അങ്ങനെ എത്രയോ ഷോപ്പുകൾ കാണും. നിൽക്കുന്നിടത്തോളം നാൾ കൂലി കിട്ടും. അത് കഴിഞ്ഞാൽ എല്ലാം തഥൈവ. കണ്ടില്ലേ എൻ്റെ അവസ്ഥ? ഓരോരുത്തർ അവരവരുടെ കീശ വീർപ്പിക്കാൻ ഓരോ സ്ഥാപനങ്ങൾ തുറക്കുക. അല്ലാണ്ട് എന്താ? ശങ്കരനാരായണൻ തിരുമേനി പറഞ്ഞു. അച്ഛാ, ഈ ഷോപ്പിൻ്റെ ഓണർ ഒരു സ്ത്രീയാ. അച്ഛൻ അവരെ അറിയുമോ? തൻ്റെ ഉള്ളിൽ തിളച്ച് നിന്നിരുന്ന സംശയം അവൻ പെട്ടെന്ന് ചോദിച്ചു. അവരെ അറിയോന്നോ? ഇതെന്ത് ഭ്രാന്താടാ നീ ഈ പറയണേ? 19 മൈലുകൾക്കകലെ ഏതോ ഒരുത്തി മെഡിക്കൽ ഷോപ്പ് നടത്തുന്നു കരുതി ഞാൻ എങ്ങനെ അറിയാനാ? പണ്ടെങ്ങാനും എൻ്റെ കൂടെ സെയിലിന് നിന്നിരുന്ന കുട്ടികൾ വല്ലവരും ആണെന്ന് വിചാരിക്കാനും വയ്യ. സെയിലിലുള്ള എക്സ്പീരിയൻസ് പോരല്ലോ ഒരു കട തുടങ്ങാൻ. അതിന് വേണ്ടത് പണമല്ലേ, ലക്ഷക്കണക്കിന്. പക്ഷേ അച്ഛൻ ഓർത്തു നോക്കി. വസുന്ധര എന്നാ പേര്. അവൻ വിട്ടില്ല. വസുന്ധര? അച്ഛൻ ഓർമ്മയിൽ ചികഞ്ഞു. ഇല്ല കുട്ടി, എനിക്ക് ഓർക്കാൻ പറ്റണില്ല. അച്ഛൻ മറന്നുപോയതാവും, രാധക്കുട്ടി പറഞ്ഞു. ഏയ്, മറന്നതല്ലാട്ടോ മോനെ, ഞാൻ അങ്ങനെ ഒരാളെ ഓർക്കണില്ല, സത്യം. ഒരു 45ഓളം പ്രായം തോന്നിക്കുന്ന പ്രൗഢയായ സുന്ദരിയായ സ്ത്രീ. ചെറുപ്പത്തിൽ ഇതിലും സുന്ദരിയായിരിക്കണം. അച്ഛനും മറ്റു വല്ല തരത്തിലുള്ള പരിചയം? പവി അറിയാതെ ചോദിച്ചു പോയി. എന്താടാ നീ പറയുന്നേ? മറ്റു വല്ല പരിചയമോ? എൻ്റെ കാമുകിയോ മറ്റോ ആണെന്നാണോ വയ്പ്? അദ്ദേഹം ഉറക്കെ ചിരിച്ചു. അവൻ മിണ്ടിയില്ല. പോടാ അപ്പുറത്ത്. കാമുകിയോ? ഈ പ്രായമായപ്പോഴുള്ള ചോദ്യമൊക്കെ അസംബന്ധം. പക്ഷേ അച്ഛനെ ആ സ്ത്രീ അറിയും. അതെങ്ങനെ? മാത്രമല്ല, നടുവിലാർ മഠത്തിലെ ശങ്കരനാരായണൻ നമ്പൂതിരി ആ സ്ത്രീയുടെ ഒന്നാം നമ്പർ ശത്രുവാണത്രേ, രവിശങ്കർ പറഞ്ഞു. ഇതെന്ത് കഥ? ഞാൻ അറിയത്തില്ലാത്ത ഒരു പെണ്ണുമ്പിള്ളയുടെ ശത്രുവാണത്രേ ഞാൻ. അവർക്കെന്താ പ്രാന്തോ? ആദ്യം ഞാനും സംശയിച്ചു. പക്ഷേ നടുവിലാർ മഠം എന്ന അഡ്രസ്സ് കണ്ടപ്പോഴേ അവർ ചാടി എണീറ്റു. അച്ഛൻ്റെ പേരവർ ഇങ്ങോട്ട് പറയുകയായിരുന്നു. കൃഷ്ണ, നല്ല കഥയായല്ലോ. അദ്ദേഹം തലയിൽ കൈവച്ചു. എൻ്റെ സ്ഥാനത്ത് അച്ഛനായിരുന്നുവെങ്കിൽ കൊല്ലാനും മടിക്കില്ലായിരുന്നെന്ന് തോന്നും ഭാവം കണ്ടാൽ, രവിശങ്കർ പറഞ്ഞു. ശങ്കരനാരായണൻ തിരുമേനിയുടെ തല പുകഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും അങ്ങനെ ഒരാളെ പിടികിട്ടുന്നില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ എത്രയോ സ്ത്രീകളെ കണ്ടിരിക്കുന്നു. പക്ഷേ വസുന്ധര എന്നൊരുവൾ അതിലുണ്ടോ? കണ്ടെത്താൻ കഴിയുന്നില്ല. കാലുകളെ നഷ്ടമായിട്ടുള്ളൂ, ബോധം നശിച്ചിട്ടില്ല. അങ്ങനെ ഒരു സ്ത്രീയെ അറിയില്ല. പക്ഷേ ഇച്ചാച്ച, അങ്ങനെയാണെങ്കിൽ അച്ഛനോടുള്ള ദേഷ്യം അവർ ഇച്ചാച്ചനോട് തീർത്താലോ? രാധക്കുട്ടി പൊടുന്നനെ ചോദിച്ചു. അവളുടെ സ്വരത്തിൽ ഭീതിയുണ്ടായിരുന്നു. രവിശങ്കർ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ഇതുവരെ അവൻ ചിന്തിച്ചിരുന്നില്ല എന്നതാണ് സത്യം. അങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്നുണ്ടോ? ആ തീക്കണ്ണുകൾ, ആ ദേഷ്യഭാവം. ഗെറ്റ് ഔട്ട്! ആ അലർച്ച. പിന്നെ മാനസാന്തരം വന്നു. പക്ഷേ എപ്പോഴാണ് ഭാവം മാറുന്നതെന്ന് എങ്ങനെ അറിയാം? ശരിയാണ്, ആളു മാറിയാണ് ആ സ്ത്രീ പറഞ്ഞതെന്നിരിക്കട്ടെ. എന്നാലും അവരുടെ ധാരണ നിൻ്റെ അച്ഛൻ ആണെന്നല്ലേ? വല്ല ദുർബുദ്ധിയും തോന്നിയാലോ? ശങ്കരനാരായണൻ തിരുമേനിക്കും ആശങ്കയും ഭീതിയും ഉണ്ടായി. ഓ കൃഷ്ണ, നീ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കണില്ലാലോ. അദ്ദേഹം നിലവിളിച്ചു പോയി. രവിശങ്കർ വിയർപ്പിൽ കുളിച്ചു. ഈശ്വര, അങ്ങനെ സംഭവിക്കുമോ? ഒരു വിചിത്ര സ്വഭാവമാണ് അവരുടേത്. കടയിലുള്ളവരെല്ലാം ഭയത്തിനടിമകളാണ്. അടിമയായി എന്തിനങ്ങനെ പണിയുന്നു? സ്വാതന്ത്ര്യവും ശുദ്ധവായുവും ഇല്ലാത്ത ജോലി. പക്ഷേ ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ ഓർക്കാനാവുന്നില്ല. ശുദ്ധമായ കാലുകളുമായി പൊരിയുന്ന വയറിനെ സ്വാന്തനിപ്പിക്കുവാൻ മുണ്ടും വരിഞ്ഞു മുറുക്കി ഉടുക്കുന്ന അച്ഛൻ. രാധക്കുട്ടിയുടെ നഗ്നമായ കാതും കഴുത്തും. അവൾക്ക് വേണ്ടി ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തണം, എത്രയും വേഗം. ഇടിഞ്ഞു പൊളിഞ്ഞ ഈ ഇല്ലക്കെട്ടിലെ ഇരുട്ടുമുറിക്കുള്ളിൽ നെടുവീർപ്പിൽ എരിഞ്ഞു തീരാനുള്ളതല്ല ആ ജീവിതം. അടുത്ത ഇരയും ചൂണ്ടലിൽ കോർത്തു കഴിഞ്ഞു. ആ വാക്കുകൾ, എന്തും വരട്ടെ, എന്തും. മരണമെങ്കിൽ മരണം. ഉറച്ച തീരുമാനമെടുത്തു. പോവുക തന്നെ. പിറ്റേന്ന് 5 മണിക്ക് തന്നെ ഇല്ലത്ത് നിന്ന് ഒരു ചെറിയ കിറ്റ് ബാഗിൽ നിറഞ്ഞ ഡ്രസ്സുകളും സർട്ടിഫിക്കറ്റുകളുമായി പടിയിറങ്ങുമ്പോൾ സന്തോഷമായിരുന്നില്ല ശങ്കരനാരായണൻ തിരുമേനിക്കും രാധക്കുട്ടിക്കും. ഭീതി. മരിക്കാൻ അറിഞ്ഞുകൊണ്ട് യാത്ര പുറപ്പെടുമ്പോൾ സഹിക്കുന്നതെങ്ങനെ? കൃഷ്ണ, ശങ്കരനാരായണൻ തിരുമേനി നെഞ്ചത്തലച്ചു. എൻ്റെ കുഞ്ഞിനെ കാത്തോളണേ. കൃത്യം 9-ന് തന്നെ രവിശങ്കർ വസുന്ധര മെഡിക്കൽസിൽ എത്തിച്ചേർന്നു. ഹേയ്, നിങ്ങൾ വന്നാൽ ഉടൻ
മുകളിലേക്ക് ചെല്ലണമെന്ന് മാഡം വിളിച്ചു പറഞ്ഞു. ഭവിശങ്കർ നടുങ്ങി. എന്തിനാവാം? എന്തിനിപ്പോൾ ഈ സമയത്ത്? ഇന്നലെ ഗെറ്റ് ഔട്ട് എന്ന് അലറിപ്പറഞ്ഞ് ആട്ടിയിറക്കി വിട്ടിട്ട് പിന്നെ തിരിച്ചു വിളിച്ചപ്പോൾ ചെല്ലേണ്ടിയിരുന്നില്ല. പിന്നീട് വിളിച്ചു വരുത്തിയത് തന്നെ അടവായിരിക്കാം. നോക്കാം. എന്തിനേയും നേരിടാൻ തയ്യാറെടുത്തുകൊണ്ട് ഭവിശങ്കർ ഗോവണി വഴി മുകളിലേക്ക് കടന്നു. നോവൽ നാളെ വീണ്ടും